മലപ്പുറം എടരിക്കോട് ദേശീയപാതയിൽ മദ്യലഹരിയിൽ ബൈക്കിൽ യുവാവിന്റെ പരാക്രമം. തിരൂർ കൂട്ടായി സ്വദേശിയായ മുഹമ്മദ് ഫാരിസാണ് മദ്യലഹരിയിൽ അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിച്ചത്. എടരിക്കോട് മുതൽ കക്കാട് വരെയാണ് ഇയാൾ അതിസാഹസികമായി ബൈക്ക് ഓടിച്ചത്. മുഹമ്മദ് ഫാരിസിനെ നാട്ടുകാർ പിടികൂടി തിരൂരങ്ങാടി പോലീസിന് കൈമാറി. ഇയാളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി CB അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഇത് എപ്പോഴാണ് ഈ സംഭവം? യുവാവ് ഏതെങ്കിലും വലിയ അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിച്ചത്? വലിയ എന്തെങ്കിലും അപകടങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇടിച്ചിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ടോം, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത്. ഈ അബ്ദുൽ ഫാരിസ് എന്ന യുവാവ് മദ്യലഹരിയിലായിരുന്നു. ഇയാൾ മദ്യലഹരിയിൽ ബുള്ളറ്റിൽ വളരെ അപകടകരമായിട്ട് പുതിയ ദേശീയപാതയിലൂടെ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ യാത്രക്കാർ മൊബൈലിൽ പകർത്തുകയും ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെ വഴിയാത്രക്കാരാണ് കക്കാട് വെച്ചിട്ട് ഇയാളെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ തിരൂരങ്ങാടി DYSP പോലീസുമായി സംസാരിച്ചു, തിരുവനന്തപുരം CIയുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ ഫാരിസ് എന്ന യുവാവിന് ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. ഇയാൾ ലൈസൻസ് ഇല്ലാതെ മറ്റൊരാളുടെ വാഹനമാണ് ഇത്തരത്തിൽ അപകടകരമായിട്ട് ഓടിച്ചത്. എന്നാണെങ്കിലും ഇയാൾക്കെതിരെ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനുള്ള കേസെടുത്തിട്ടുണ്ട്. വാഹനം കോടതിയിലേക്ക് കണ്ടുകെട്ടിയിട്ടുണ്ട്. കോടതിയിൽ പിഴയടച്ചാൽ മാത്രമേ ഇനി വാഹനം വിട്ടുകിട്ടുകയുള്ളൂ. മാത്രമല്ല, ഇയാൾക്ക് ഇനി ലൈസൻസ് കിട്ടണമെങ്കിലും ഇതിൻ്റെ നടപടിക്രമങ്ങളും മറ്റ് ഈ ശിക്ഷ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നത്, പിഴയടക്കേണ്ടതുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത് ഏറ്റവും അപകടകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുതിയ ദേശീയപാതയിൽ വീതിയേറിയ റോഡുകളാണ്. വാഹനങ്ങളൊക്കെ 100 സ്പീഡിൽ കുതിച്ചു പോകുന്ന റോഡാണ്. അവിടെ ഈ പലയിടത്തും മോട്ടോർ ബൈക്കുകൾക്ക് പ്രവേശനം തന്നെയില്ല. ആ ഭാഗങ്ങളിലാണ്, അത്തരം ഇടത്താണ് ഇയാളുടെ ഈ മദ്യപിച്ച് ബോധമില്ലാതെ ഇത്രയും സാഹസികമായി അപകടകരമായിട്ട് ഇയാളുടെ വണ്ടി ഓടിക്കലുണ്ടായിട്ടുള്ളത്. ഇത് വലിയ തോതിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഉള്ള കുറ്റകൃത്യങ്ങൾക്ക് ഉടൻ തന്നെ അവരെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ദേശീയപാതയിൽ പലയിടത്തും ക്യാമറകൾ ഇതിനോടൊക്കെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ നിരീക്ഷണവും ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടാകും. മറ്റൊരാൾ ഇതുപോലെ ആവർത്തിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി പോലീസ് നൽകുന്നുണ്ട്. ടോം, ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ തീരുമാനം എന്താണ്? ഈ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടിക്കപ്പുറം മറ്റ് നിയമ നടപടികളുമുണ്ടോ? ടോം, ഇയാൾക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇയാൾ ലൈസൻസ് ഇല്ലാതെയാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇയാൾക്ക് ഇനി ലൈസൻസ് എടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ലൈസൻസ് എടുക്കണമെങ്കിൽ ഈ ഇപ്പോഴുണ്ടായ സംഭവങ്ങളുടെ അതിൻ്റെ പിഴയോ അല്ലെങ്കിൽ മറ്റ് എന്താണോ ശിക്ഷ പറയുന്നത് അത് പൂർത്തിയാക്കേണ്ടത്. അതിനുശേഷം മാത്രമേ ഇയാൾക്ക് ഇനി ലൈസൻസ് എടുക്കാനടക്കമുള്ള കാര്യങ്ങൾ കഴിയുള്ളൂ. നിലവിൽ ഇയാൾക്കെതിരെ മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെ വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇനി കോടതിയിൽ മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വാഹനത്തിൻ്റെ ഉടമസ്ഥന് ഈ വണ്ടി തിരിച്ചെടുക്കാനാകൂ. നിലവിൽ ഇയാളുടെ വണ്ടിയല്ല ഇത് എന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ വരും ദിവസങ്ങളിലും ഇത്തരം അപകടകരമായ രീതിയിൽ ദേശീയപാതയിലൂടെ വണ്ടി ഓടിക്കുന്നവരെ പിടികൂടാനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന മുന്നറിയിപ്പും പോലീസ് നൽകുന്നുണ്ട്. അനുമോദ്, ഇത് ദേശീയപാതയിലാണ് യുവാവ് ഈ പരാക്രമം കാട്ടുന്നത്. മറ്റു വാഹനങ്ങളൊന്നും ആ വഴി വരാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. എങ്ങനെ കൃത്യമായ ഒരു പരിശോധന, പോലീസിൻ്റെ കൃത്യമായ പരിശോധനയോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണോ ഇത്? ടോം, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ഇത് നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ കോട്ടയ്ക്കൽ മുതൽ കോഴിക്കോട് വരെ പോകുന്ന ദേശീയപാത 66 പ്രധാനപ്പെട്ട ഏരിയയാണ് എടരിക്കോട് മുതൽ കക്കാട് വരെയുള്ള ഭാഗം. അതായത് അവിടെ പുതിയ 3 വരി പാതയാണ്. ഒരു വർഷത്തേക്ക് 3 വരി പാതയാണ്. ആ വഴി മറ്റു വാഹനങ്ങൾ വരില്ല. ഒരു സൈഡിലേക്ക് 3 വരിയിലായിട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ സാധിക്കും. മാത്രമല്ല, അവിടെ എല്ലായിടത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്യമായ ഒബ്സർവേഷൻ ഉണ്ട്. മറ്റേ ഈ റോഡ് കമ്മീഷൻ ചെയ്യാത്തതുകൊണ്ട്, അതായത് ഉദ്ഘാടനം കഴിയാത്തത് കൊണ്ടാണ്
ഇത് പ്രകാരമുള്ള മറ്റു നടപടികളിലേക്ക്, അമിത വേഗത്തിനും മറ്റു നടപടികളിലേക്ക് പോകാത്തത്. അവിടെ കൃത്യമായ പോലീസിന്റെ നിരീക്ഷണം ഉള്ളതാണ്. പക്ഷേ അവിടെ ഈ ഒരു മേഖലയ്ക്ക് അപ്പുറമാണ് അന്ന് ഇടിഞ്ഞു വീണ കുരിയാടുള്ളത്. സ്വാഭാവികമായിട്ടും ദേശീയപാത പൂർണ്ണമായും കമ്മീഷൻ ചെയ്യാത്തതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഈ വേഗ നിയന്ത്രണം അല്ലെങ്കിൽ വേഗം പരിശോധിച്ചുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ മറ്റെല്ലാ തരത്തിലുള്ള നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് പോലീസ് കാണുന്നില്ല. ഇത്തരം അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ് നടത്തുന്നവർക്കും നിയമലംഘനം നടത്തുന്നവർക്കും ദേശീയപാതയിൽ അത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനം നടക്കുന്നവർക്കും വലിയ തോതിൽ തന്നെ ശിക്ഷയുണ്ടാകും. അവരെ പിടികൂടുക തന്നെ ചെയ്യും. ദേശീയപാതയിൽ ഓരോ ജംഗ്ഷനിലും ഇവരെ കണ്ടെത്താനുള്ള ക്യാമറകളും മറ്റും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അതിനപ്പുറം ഹൈവേ പോലീസിന്റെ നിരീക്ഷണം ഓരോ മേഖലയിൽ ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നുണ്ട്. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.